നേന്ത്രപ്പഴം കൊണ്ട് നമ്മൾ എപ്പോഴും പലഹാരമല്ലേ റെഡിയാക്കാറ്. പക്ഷേ ഓണമായാൽ നമുക്ക് ഈ നേന്ത്രപ്പഴത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തിരുവോണ നാളിൽ നമ്മൾ ഇത് വെച്ച് നല്ലൊരു പഴനുറുക്കാണല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യുക എന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6-7 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പഴം എടുക്കുമ്പോൾ പഴുത്ത പഴം നോക്കിയിട്ട് എടുക്കണം കേട്ടോ. അതിൻ്റെ അർത്ഥം ചീന പഴം നന്നല്ല. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. നല്ല പഴുത്ത നേന്ത്രപ്പഴം ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. വലിയ അച്ചാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉരുകി കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ പഴമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പഴം മുറിക്കുന്നതിലും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസായിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് പഴം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ശർക്കര പാനി റെഡിയാക്കിയില്ലേ, അത് ഒരു തരിപ്പ വെച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ചുക്കുപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ടൈമിൽ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നന്നായിട്ട് കുറുകി വരുന്ന ഈ ടൈമിൽ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചിരിക്കുന്നത്. 1 ടീസ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുറുക്കിയെടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു അരമുറി തേങ്ങയിൽ നിന്ന് എടുത്തിരിക്കുന്ന തേങ്ങാപ്പാലാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് സെർവിങ് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. തിരുവോണ നാളിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഇത് പപ്പടം കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.